ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രാൻസ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കൂടുതലും NSP റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യാറ്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നാഷണൽ സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ സ്കോളർഷിപ്പിന്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ സ്കോളർഷിപ്പ് ഗ്രാൻസ് 3.0 പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യുക. ഗൂഗിളിൽ പോയിട്ട് ഗ്രാൻസ് പോർട്ടലിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരിക. ഇതിന്റെ അടിയിൽ കാണുന്ന യെല്ലോ ടാസ്ക് ബാറിലാണ് വൺ ടൈം രജിസ്ട്രേഷൻ, സ്റ്റുഡന്റ് ലോഗിൻ, ട്രാക്ക് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻസ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. SC, ST, OBC, SC, BC കാറ്റഗറിയിൽ വരുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ ഉൾപ്പെടുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡൗട്ട്സ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായി കാണുക. ഇൻകം ലിമിറ്റ് എന്ന് പറയുന്നത് SC, ST കാർക്ക് ഇൻകം ലിമിറ്റ് ഇല്ല. OBC അല്ലെങ്കിൽ SC, BC സ്റ്റുഡൻസിന് 1 lakhന് കൂടുതലാവരുത് ഇൻകം. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കോഴ്സസിന് പഠിക്കുന്നവരാണെങ്കിൽ. ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് പഠിക്കുന്നവരാണെങ്കിൽ 2,50,000 കൂടുതൽ അവരുടെ ഇൻകം എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ EWS ആയിട്ടുള്ള സ്റ്റുഡൻസിന് ആനുവൽ ഫാമിലി ഇൻകം ക്രൈറ്റീരിയ ഗവൺമെന്റ് നോംസിന്റെ പ്രകാരമാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. SC, ST സ്റ്റുഡൻസിനും OBCക്കും വേറെ കാറ്റഗറിക്കും ഉള്ളത് കൃത്യമായിട്ട് ഇതിൽ പോയിന്റ് ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഡോക്യുമെന്റ്സ് നീഡഡ് ഞാൻ എടുത്തു പറയുന്നില്ല. ഈ ഒരു സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഡോക്യുമെന്റ്സിന്റെ എല്ലാം സൈസ് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് FAQയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം പോർട്ടലിൽ കയറുക, രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്ന ID വെച്ചിട്ടും പാസ്വേഡ് വെച്ചിട്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻ പ്രോസസ്സിലും വരുന്ന ഡൗട്ട്സിന്റെ FAQs ആണ് ഇത് ഓൾറെഡി സൈറ്റിൽ പ്രൊവൈഡഡ് ആണ്. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് വേറെയും നാഷണൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്നുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ചെയ്തിട്ടുള്ള ചില വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കി വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക്